നേരത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പെഹൽഗാമിൽ നിന്ന് ഓരോ മണിക്കൂറും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരാക്രമണത്തിൽ തീവ്രവാദ ബന്ധമുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സുരക്ഷാ സേന. 2 ഭീകരരുടെ വീട് കൂടി അടിച്ചു തകർത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പാക് പ്രകോപനം അതിർത്തിയിൽ ഉണ്ടാകുന്നു. കുൽഗാം ജില്ലയിലെ തോക്കർപാറയിൽ നിന്നുമാണ് 2 ഭീകരരെ ഇപ്പോൾ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന് ബന്ധമുണ്ട് എന്ന, അതായത് കഴിഞ്ഞ ദിവസം പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി പാകിസ്ഥാന് ബന്ധമുണ്ട് എന്ന രഹസ്യാന്വേഷണ ഏജൻസി സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പെഹൽഗാമിൽ നിന്ന് പുതിയ വാർത്തകൾ വരുമ്പോൾ സ്വാതി ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാതി, അതിർത്തിയിൽ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട. തുടർന്നോളൂ സ്വാതി, തുടരും, പറയൂ. പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന നിർദ്ദേശം സൈന്യത്തിന് നൽകിയതായാണ് മനസ്സിലാക്കുന്നത്. വിവിധ വിനോദസഞ്ചാര മേഖലകളിൽ ഇത്തരത്തിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. അതിർത്തിയിൽ തുടർച്ചയായ വെടിവെപ്പ്, നിയന്ത്രണ രേഖയ്ക്ക് സമീപം തുടർച്ചയായ വെടിവെപ്പ് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്നാൽ സൈന്യവും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിരവധി ഇടങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയും പുൽവാമയിൽ 2 ഭീകരരുടെ വീടുകൾ സൈന്യം അടിച്ചു തകർത്തിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് ഇവർക്ക് എന്ന് അറിഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഭീകരരുടെ വീട് തകർക്കുന്ന നടപടിയിലേക്ക് സൈന്യം പോയിട്ടുള്ളത്. അതോടൊപ്പം ഈ തീവ്രവാദ ബന്ധമുള്ള 2 പേരെ കൂടി പോലീസ് സൈന്യം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അത് കുൽഗാം ജില്ലയിലാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുൽഗാമിൽ ഈ ഭീകരാക്രമണരുടെ സാന്നിധ്യം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു രഹസ്യാന്വേഷണ ഏജൻസിയും. അതോടൊപ്പം സൈന്യവും കുൽഗാം കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ഭീകരരുമായി ബന്ധമുള്ള 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ പാകിസ്ഥാന് കൃത്യമായി ഇതിൽ ബന്ധമുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായ ദൃക്സാക്ഷി തെളിവുകൾ, അതോടൊപ്പം മറ്റ് ഡിജിറ്റൽ രേഖകളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ വിവരങ്ങൾ കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള സേനാ വിന്യാസമാണ് സ്ഥലത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെയും സൂചിപ്പിച്ചുകൊണ്ട്, അതായത് പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിലേക്ക് റെസിസ്റ്റൻസ് ഫ്രണ്ടിനടക്കം പാകിസ്ഥാനിലെ 2 മേഖലകളിൽ നിരന്തരമായ അവരുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് മറ്റ് വിദേശ രാഷ്ട്രങ്ങളുടെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി തന്നെ ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി 13 വിദേശ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് ഇത്തരത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഭീകരരുമായി ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്ന് മറ്റ് വിദേശ രാഷ്ട്രങ്ങളെ ധരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി തന്നെ ഈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദം പരമാവധി ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടുള്ളത്. ഇതിനോടകം 13 വിദേശ രാഷ്ട്രങ്ങളുമായും അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സുരക്ഷാ കൗൺസിൽ പറഞ്ഞത്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ, അതോടൊപ്പം ഇതിന് സാമ്പത്തിക സഹായം നൽകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണം. ഈ 26 പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അവരെ നീതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം കൂടി സുരക്ഷാ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. ഏതായാലും സ്വാതിയിലേക്ക് തന്നെ തിരികെ എത്താം. എനിക്ക് തോന്നുന്നു